നമസ്കാരം ചങ്ങായിമാരെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ അജ്മാനിലുള്ള ഇന്ത്യൻ അസോസിയേഷനിലേക്കാണ് കേട്ടോ. മണ്ഡലകാലത്തോടനുബന്ധിച്ച് ഇവിടെ എന്തൊക്കെയോ പ്രോഗ്രാമുകൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടൊന്ന് കാണാൻ വന്നതാണ് കേട്ടോ. ഇന്നത്തെ യാത്രയിൽ നമ്മുടെ കൂടെ ബാലയും അതുപോലെ മിസ്റ്റർ കണ്ണൂരും ജിബി മച്ചാനും ഷിബിലി മച്ചാനും ഒക്കെയാണ് കൂടെ ഉള്ളത്. ഏതായാലും ചങ്ങായിമാരെ അധികം സമയം കളയാതെ നമുക്ക് അകത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പതേ നമ്മളെ ഹാളിലേക്ക് കിടക്കുന്ന വാതിലിന് സൈഡിലായിട്ട് 18-ാം പടി അയ്യപ്പന്റെ ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്ന് നമുക്ക് സ്വാമി അയ്യപ്പനെ വണങ്ങാനും ചന്ദനമണിയാനൊക്കെയുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ചങ്ങായിമാരെ നമ്മൾ പുറത്തുനിന്ന് കണ്ട പോലൊന്നും അല്ല കേട്ടോ. അകത്ത് ഭക്തജനങ്ങളുടെ നല്ലൊരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ഹാളിന്റെ സ്റ്റേജിലേക്ക് നോക്കിയപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിയത്. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് സംഘാടകർ ക്ഷേത്രവും ശ്രീകോവിലും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന ക്ഷേത്രത്തിന്റെ പോലെ തന്നെ നിലവിളക്കുകളും പറയും നെല്ലും അതുപോലെ കൊടിമരം വരെ ഇവിടെ പെർഫെക്റ്റ് ആയിട്ടാണ് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞ നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ പോയ ഒരു അനുഭൂതി തന്നെയായിരുന്നു നമുക്ക് കേട്ടോ. പോകാൻ വരട്ടെ, കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വെച്ച് പിടിപ്പിച്ച അവിടുത്തെ ഊട്ടുപുരയിലേക്കാണ്. ഇങ്ങനെ ചെങ്ങായിമാരും ഒത്ത് സ്വറ പറഞ്ഞ് ആഹാരം കഴിച്ചപ്പോൾ പണ്ട് കാലത്ത് സ്കൂളിനടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് സപ്താഹത്തിന് ആഹാരം കഴിച്ചൊരു ഫീലായിരുന്നു കേട്ടോ. സദ്യയുടെ മനോഹരമായ ടേസ്റ്റ് കൂടായപ്പോൾ നമ്മളെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരുപാട് ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. ഏതായാലും ഈ ഒരു യാത്ര എനിക്ക് വളരെ നല്ലൊരു അനുഭവം തന്നെ ആയിരുന്നു. പഴയ പല ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ അയവിറക്കാനും കൂട്ടുകാരുമൊത്ത് പുതിയ പല ഓർമ്മകൾ സമ്പാദിക്കാനും പുതിയ സൗഹൃദങ്ങളെ സൃഷ്ടിക്കാനും കഴിഞ്ഞ ഈ യാത്ര തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ പല കാഴ്ചകളുമായി വീണ്ടും കാണും വരെ ബൈ ബൈ.